എൻ്റെ നാഥൻ കൈകളാണികളാ കുരിശിൽ ബന്ധിതനായിരുന്നു. യേശുവേ, എൻ്റെയും പാപം നീ വഹിച്ചു. യേശുവേ, എൻ്റെയും പീഡ നീ സഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ലെൻഡ് സീസൻ്റെ നോയമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന സമയത്തേക്ക് അടുത്തിരിക്കുന്നു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക്, വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുദപിക്കാനുള്ള ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളാണ് കടന്നു വരുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആയുസ് നീട്ടിത്തരുന്നത്, ഓരോ ദിവസവും ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ അനുദപിക്കും, ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കും എന്ന പ്രതീക്ഷയോടെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര നാൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പില്ല. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം കുറിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ കുറിച്ചു വയ്ക്കുന്നു, അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂഢൽമഞ്ഞാണ് നിങ്ങൾ. അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂഢൽമഞ്ഞിൻ്റെ ആയുസ്സാണ് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം. ഇത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നമുക്ക് ദൈവം ആയുസ് നീട്ടിത്തരുന്നത് ഇനിയെങ്കിലും നമ്മൾ അനുദപിക്കും എന്ന ദൈവത്തിൻ്റെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഓരോരുത്തരും അനുദപിക്കും, ദൈവത്തിങ്കിലേക്ക് തിരിയും എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ അനുതാപം ഓരോ ദിവസത്തേക്കും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസത്തേക്കും അത് നീട്ടുകയാണ്. അടുത്ത ഈസ്റ്ററിന് കുമ്പസാരിക്കാം, അടുത്ത ധ്യാനത്തിൽ കുമ്പസാരിക്കാം. ഇങ്ങനെ ദൈവം നൽകുന്ന അവസരങ്ങൾ വളരെ ബോധപൂർവം നമ്മൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ യൂദാസിൻ്റെ ജീവിതത്തിൽ അവന് 3 അവസരങ്ങൾ ഈശോ നൽകി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങളിൽ ഒരുവരെന്നെ ഒറ്റിക്കൊടുക്കും. ശിഷ്യന്മാർക്കിടയിൽ വലിയ ഒരു ആശയ കുഴപ്പത്തിലേക്ക്, കൺഫ്യൂഷനിലേക്ക് ഇത് നയിച്ചു. ആരാണ് തങ്ങളുടെ ഗുരുവും നാഥനുമായ, തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, തങ്ങൾക്ക് ചൊല്ലും ചിലവും നൽകി തങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായി. ഈശോ യൂദാസിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, നിങ്ങളിൽ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഒന്നാമത്തെ ഈശോയുടെ സ്നേഹത്തോടെയുള്ള മുന്നറിയിപ്പാണ്. എന്നാൽ അത് യൂദാസ് ബോധപൂർവം അവഗണിച്ചു കളഞ്ഞു. 26-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈശോ പറഞ്ഞു, ഞാൻ ആർക്കാണോ അപ്പം മുക്കി കൊടുക്കുന്നത്, ആരാണോ എന്നിൽ നിന്ന് അപ്പം സ്വീകരിക്കുന്നത്, അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നമുക്കറിയാം, യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കൂദാശയാണ് ദിവ്യകാരുണ്യമെന്ന കൂദാശ. അത് ഈശോ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ അപ്പം ഈശോ കൊടുത്തത് താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യൻ തന്നെയാണ്. തന്നെ ഒറ്റിക്കെടുക്കാമെന്ന് ഈശോയ്ക്ക് അറിഞ്ഞിരുന്നിട്ടും ഈശോ യൂദാസിന് ആദ്യത്തെ വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. രണ്ടാമത്തെ മുന്നറിയിപ്പ് ഈശോ കൊടുത്തു.
അതും യൂദാസ് വളരെ ബോധപൂർവം തള്ളിക്കളഞ്ഞു. ഇനി 27-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, യൂദാസ്, നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക, ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ 12 പേരിൽ ഒരുവനായ യൂദാസിന് അത് മനസ്സിലായി. ഈശോ എന്നോടാണ് പറയുന്നത് ചെയ്യാൻ. നിന്റെ മനസ്സിൽ നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നീ അത് പോയി ചെയ്യുക. അങ്ങനെ വ്യക്തമായി 3 പ്രാവശ്യം ഈശോ മുന്നറിയിപ്പ് സ്നേഹത്തോടെ നൽകിയിട്ട് 3 പ്രാവശ്യവും അവഗണിച്ചു. തൻ്റെ ഗുരുവും നാഥനുമായ ഈശോയെ ഒറ്റിക്കൊടുത്ത് അതുവഴി ആത്മഹത്യയിലേക്ക് ജീവിതം തള്ളിവിട്ട യൂദാസിനെ കുറിച്ച് നമുക്കറിയാം. സുവിശേഷങ്ങളിലെ ഹതഭാഗ്യനായ മനുഷ്യൻ. സഹോദരങ്ങളെ, ഇതുപോലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരവസരം നൽകുകയാണ്. ദൈവം അനുതപിക്കാൻ തരുന്ന അവസരങ്ങൾ നാം ഉപയോഗിച്ചാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ പരിണിത ഫലം നമ്മുടെ കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത എൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരിന് മായ്ക്കാനായിട്ട് കഴിയും. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, കുമ്പസാരക്കൂട്ടിൽ നീ ഒരു തുള്ളി അനുതാപത്തിൻ്റെ കണ്ണുനീര് വീഴ്ത്തിയാൽ യേശു കാൽവരിയിലെ കട്ടപിടിക്കാത്ത തിരുരക്തത്താൽ നിന്റെ പാപങ്ങൾ കഴുകും. കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തോടെ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയാൽ യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപം കഴുകി നിന്നെ പരിശുദ്ധിയുള്ളവനാക്കി മാറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ദൈവം നിന്നെ വഴി നടത്തും. അതുകൊണ്ട് എൻ്റെ അനുതാപം എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലേക്ക്, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക്, അനധിവിദൂര ഭാവിയിലേക്ക് നീളുന്നതാണ് എൻ്റെ അനുതാപത്തിൻ്റെ ഗുണം, അതിൻ്റെ അനുരണനങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് അനുതപിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾ നാം തള്ളിക്കളയരുത്. 1 രാജാക്കന്മാർ അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ആഹാബ് എന്ന രാജാവ് ദൈവത്തിൻ്റെ മനസ്സിനെ ഇത്രമാത്രം വിഷമിപ്പിച്ച, ദുഃഖിപ്പിച്ച, വേദനിപ്പിച്ച ഒരു രാജാവ് ഇസ്രായേലില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെസബൽ, വെളിപാട് പുസ്തകം എഴുതുമ്പോൾ പോലും ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച സ്ത്രീയാണ് ജെസബൽ. ഭാര്യയും ഭർത്താവും കൂടെ 1-ാം കൽപ്പന ലംഘിച്ച് അനേകം പാപങ്ങൾ ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചു. പ്രവാചകനായ ഏലിയ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നീ ചെയ്യുന്ന ഈ മാരക പാപങ്ങൾക്ക് നിന്റെ ദൈവം നിന്നെ ശിക്ഷിക്കും. ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇത് കേട്ട് മനസ്സ് നുറുങ്ങിയ ആഹാബ് എന്ന രാജാവ് അദ്ദേഹം തന്നെ താഴ്ത്തി, ഉപവാസം പ്രഖ്യാപിച്ചു, അനുതപിച്ചു, ചാക്കൊടുത്തു, നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, അനുതപിച്ചപ്പോൾ ദൈവം പ്രവാചകനോട് ചോദിച്ചു, ഏലിയ, നീ കണ്ടില്ലേ ആഹാബ് തൻ്റെ മുൻപിൽ തന്നെ അവൻ എളിമപ്പെടുത്തി, അവൻ ഉപവാസമെടുത്തു, അവൻ അനുതപിച്ചു, ഇത് നീ കണ്ടില്ലേ? ഇങ്ങനെ അവൻ അനുതപിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതകാലത്തൊരിക്കലും ഞാൻ അവൻ്റെ കുടുംബത്തിൽ അയക്കുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തുകയില്ല എന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഹാബ് പോലും അനുതപിച്ചപ്പോൾ അവനോട് കരുണ കാണിച്ചെങ്കിൽ നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാണ്. അതുകൊണ്ട് ആഹാബിനെ പോലെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ദൈവം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മാത്രമല്ല, ആഹാബിനോട് പറഞ്ഞു, നിന്റെ ജീവിതകാലത്തൊരിക്കലും അനർത്ഥമുണ്ടാകില്ല, നിന്റെ മക്കളുടെ കാലത്ത് സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ മക്കൾ അനുഭവിച്ചാൽ മക്കളോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹെറോദേസ് എന്ന രാജാവ് തൻ്റെ സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ
അവിഹിതമായി നിയമാനുസൃതമല്ലാതെ കൈവശപ്പെടുത്തി തിന്മയിൽ ജീവിച്ചപ്പോൾ സ്നാപയോഹന്നാൻ ഗർജിക്കുന്ന സിംഹത്തെ പോലെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ചെയ്യുന്ന ഈ തെറ്റ് ഉപേക്ഷിക്കണം. ഇതൊരു മാരക പാപമാണ്. അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കരുത്. ഇത് കേട്ടപ്പോൾ ഹെരോദേസ് കുപിതനായി സ്നാപയോഹന്നാനെ ജയിലിലടച്ചു. അദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റിയത് നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അനുദപിക്കാൻ ഹെരോദേസിന് ദൈവം അവസരം കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ദുരന്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദാവീദ് രാജാവ് 2 സാമുവേൽ 12-ാം അധ്യായത്തിൽ നാഥാൻ എന്ന പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ വേറൊരുവന്റെ ഭാര്യയെ അങ്ങ് കൈവശപ്പെടുത്തിയില്ലേ? പട്ടാളക്കാരനായ ഊറിയായെ അങ്ങ് വധിച്ചില്ലേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിനെ വേദനിപ്പിച്ചില്ലേ? ദാവീദ് രാജാവിന് മനസ്സിലായി, ദൈവം എന്നോട് അനുതാപം ആവശ്യപ്പെടുന്നു. ദാവീദ് നിലത്തിരുന്ന് ഉപവാസത്തോടെ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വിലപിച്ച് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ദാവീദും രാജാവാണ്, ഹെരോദേസും രാജാവാണ്. അനുദപിക്കാൻ 2 പേർക്ക് അവസരം കിട്ടി. എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ അനുദപിച്ചു. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിട്ട് ദൈവം ദാവീദിനെ കണ്ടു. എന്തു ചെയ്തപ്പോഴാണ്? അനുദപിച്ചപ്പോൾ. അനുദപിച്ച ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിട്ട് മാറി. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിട്ട് മാറണമോ സഹോദര സഹോദരി? ദൈവം നിന്നെ വിളിക്കുകയാണ്. അവസാനത്തെ അവസരമാണ്. സുഭാഷിതങ്ങൾ 27:1. നാളെയെ ചൊല്ലി അഹങ്കരിക്കരുത്. ഒരു ദിവസത്തിൽ കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ല. ഡു നോട്ട് ബോസ്റ്റ് about tomorrow, for we don't know how the tomorrow will end. നാളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയായി തീരുമെന്ന് ദൈവത്തിനെ അറിയൂ. നിയമാവർത്തനം 29:29. രഹസ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. സീക്രട്ട് തിങ്സ് ബിലോങ്സ് ടു അവർ ഗാഡ്. രഹസ്യമറിയുന്ന ദൈവമാണ്. അടുത്ത ഈസ്റ്റർ ഉണ്ടാകുമോ എന്ന് ദൈവത്തിനറിയാം. ഞാൻ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് സഹോദര, പ്രാർത്ഥനയോടെ അനുതാപത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുതാപത്തോടെ ഈ വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.